ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ആ ഒരു വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റെല്ലാം ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കമൻറ്റെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഗിവ് അവേ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ കമൻറ്റെല്ലാം ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ഗിവ് അവേ എല്ലാം ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും മാക്സിമം വീഡിയോസിനെല്ലാം കമൻറ്റെല്ലാം ചെയ്യട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടോക്കാം. അന്നത്തെ ദിവസം ഒരു ഈവനിങ് ആണ് കേട്ടോ വ്ളോഗെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കൾസ് എല്ലാം സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷനെല്ലാം പോകാനായിട്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും അവർക്ക് കഴിക്കാനെല്ലാം ആക്കി വെക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവർ ഫുഡെല്ലാം കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇടങ്ങേറാക്കൂല. അപ്പോൾ ഇത് നമ്മൾ കോൺ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കോൺ വെച്ചിട്ടാണ് കേട്ടോ നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ കോണിൻ്റെ തൊലിയിലൊന്ന് കളഞ്ഞെടുക്കലാണ്. അപ്പം കോണ് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ അത്യാവശ്യം നല്ല മൂത്ത ടൈപ്പ് തന്നെ വാങ്ങിക്കണം കേട്ടോ. കാരണം ചിലതെല്ലാം ഇങ്ങനെ ചള്ള് പോലത്തെ ഉണ്ടാവും, ഇങ്ങനെ എന്താണ് കൂടുതലാകാത്ത ടൈപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും വലിയൊരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കോൺ തന്നെ എടുക്കാം കേട്ടോ. മാക്സിമം അങ്ങനത്തെ തന്നെ എടുക്കാൻ നോക്കാം. അപ്പം എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടായതും അത്യാവശ്യം എന്താണ് ചെറുതായിട്ട് ഒരു മൂപ്പെല്ലാം കുറഞ്ഞ ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ ഉണ്ടായത്. പിന്നെ ഇങ്ങനത്തെ ആ ഒരു ലീഫെല്ലാം ഭയങ്കര ഡാർക്ക് കളറുള്ളതാണ് കുറച്ചും കൂടി നല്ല മൂത്തതായിട്ട് ഉണ്ടാകൽ. അപ്പോൾ ഇതാ അതിൻ്റെ ലീഫെല്ലാം ഒന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു എന്താണ് ഓരോന്നും വേർതിരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താണ് ലെയറായിട്ടല്ലേ ഉണ്ടാകല്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഒരു ലെയർ ഈ കത്തി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഒറ്റൊരു ലെയർ മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടും. നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പം. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ ഫുള്ളായിട്ട് ഇത് കത്തിനെ കൊണ്ട് മുറിച്ചാലും ആ ഒരു കറക്റ്റ് ഇതിലൊന്നും നമുക്ക് കിട്ടുകയും ചെയ്യില്ല. കുറേ എല്ലാം കട്ടായിട്ടെല്ലാം പോകില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ചെയ്തിട്ട് ബാക്കിയെല്ലാം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി എന്താണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ അങ്ങ് പോന്നോളും. അപ്പോൾ ഇതാ മൊത്തത്തിൽ അങ്ങനെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആ ഒരു കത്തി വെച്ചിട്ടെടുത്ത ആ ഒരു ഭാഗം മാത്രമേ അതിൽ കുറച്ച് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീമർ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് എന്താണ് എളുപ്പത്തിലാവും കേട്ടോ. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. കാരണം നമ്മളിത് കഴിച്ച് നോക്കുന്ന ടൈമിൽ ആ ഒരു പച്ച ചൊവ ഉണ്ടെങ്കിൽ പറ്റൂല കേട്ടോ. നമ്മൾ ആ ഒരു എന്താണ് നമുക്ക് കഴിക്കുമ്പോൾ തിരിയുമല്ലോ ഇത് വെന്തിനോ ഇല്ലയോ എന്ന്. ആ ഒരു പച്ചൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ വെന്തിട്ടില്ല. അപ്പം അങ്ങനെ വേണം കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതും സിമ്പിളാണ് കേട്ടോ ആക്കാനായിട്ട്. അപ്പോൾ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2-3 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. ചെറിയൊരു പീസ് വെളുത്തുള്ളിയെ വേണ്ടും. അപ്പോൾ ഇതാ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആ ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു പച്ചമണലം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
നമ്മൾ വെളുത്തുള്ളിയെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെയും ആ ഒരു പച്ചമണലോ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് സോസെല്ലാം റെഡിയാക്കുന്ന ടൈമിൽ മാക്സിമം ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. ഒട്ടും തന്നെ ഹൈ ഫ്ലെയിം ഒന്നും പാടില്ല. മാക്സിമം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം പെട്ടെന്ന് ഈ മൈദയെല്ലാം കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ സാധാ പാൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ ആ ഒരു കട്ടയില്ലതെല്ലാം മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ഒന്ന് സെറ്റായി വന്നോളൂ. അപ്പോൾ നമ്മളെ ക്രീം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ വൈറ്റ് സോസ് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മളെ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമ്മൾ ആ ഒരു മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 2 പീസ് എടുത്തതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ഒറിഗാനോ ചില്ലി ഫ്ലെക്സ് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു 1/2 ടീസ്പൂണോളം വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കോണും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോണും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ആ ഒരു കോണ് ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൽ. അപ്പോൾ ഇത് ആ കോണ് ഫുള്ളായിട്ടൊന്ന് ഇട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ആ ഒരു ചീസും അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിലത്. അപ്പോൾ എന്താണ് മസ്റ്റ് ട്രൈ ചെയ്യാനിത്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയാക്കും നല്ലോണം ഇഷ്ടമാവും. എനിക്ക് എന്തായാലും പേഴ്സണലി നല്ല ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ കോണും കൂടി ചേർത്ത് മൊത്തത്തിലൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് തിള വരുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു എന്താണ് ഒന്ന് സ്പൈസിയും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാല പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു ടൈമിൽ അത്യാവശ്യം ഒരു ലൂസായിട്ടാണ് ഉണ്ടാൽ. പക്ഷേ കുറച്ച് നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു തിക്നെസ് എല്ലാം വരും. അപ്പോൾ അഥവാ ഓവർ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീസിലെല്ലാം അത്യാവശ്യം ഉപ്പില്ലോണ്ട് തന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചീസി കോണിട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ മക്കൾസ് എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് പെട്ടെന്ന് ഫുഡെല്ലാം കൊടുത്ത് നമുക്ക് പോകലാന്ന്. പിന്നെ ഇത് അത്യാവശ്യം നമുക്ക് ഡിന്നറായിട്ടും എല്ലാം നമുക്ക് കഴിക്കാട്ടോ. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് നല്ല പോലെ ഫില്ലാവും. കാണാനിത് കുറച്ചാണെങ്കിലും കുറച്ചൊരു ചെറിയൊരു കപ്പ് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് നല്ല പോലെ ഫില്ലാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ഞാൻ വീണ്ടും 2 സ്ലൈസ്ഡ് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ചീസെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീസ് നമ്മൾ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ചീസ് മസ്റ്റാണ് കേട്ടോ അതിൽ. അപ്പോൾ ഇതാ നമ്മളെ കോണ് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് വിളമ്പി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആ ഒരു ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൽ. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ ചീസും അങ്ങനത്തെ എല്ലാം ഇട്ടാൽ ഈ പീസ എല്ലാം കഴിക്കുന്നില്ല, ആ ഒരു ചൂടോടെ കഴിക്കുമ്പോൾ ഇല്ല അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ആ ഒരു ചൂടോടെ കഴിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ ഒരു മല്ലിയിലെല്ലാം വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷനെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിങ്ങനെ സെർവ് ചെയ്ത്
കൊടുക്കുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഗാർണിഷെല്ലാം ചെയ്താൽ കാണാനും നല്ലൊരു ലുക്കല്ലേ. പിന്നെ എനിക്ക് ഷോർട്സും അങ്ങനെ വീഡിയോസെല്ലാം എടുക്കാനായിട്ട് ഞാൻ പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മക്കൾസിന് അങ്ങനെ കഴിക്കാനെല്ലാം കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അവരെ റെഡിയാക്കലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ ബേബീൻ്റെതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് 1 വയസ്സായ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് കേട്ടോ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ടോ ഒരു ഫംഗ്ഷനും കൂടിയിട്ട്. ഒന്നാമത് നമ്മൾ ഗൾഫിലായതുകൊണ്ട് തന്നെ ഒരു പരിപാടി നാട്ടിലത്തത് കിട്ടലേ ഇല്ല കേട്ടോ. അത് ശരിക്കും നമ്മൾ ഗൾഫിലെല്ലാം നിൽക്കുമ്പം വല്ലാണ്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. നാട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവരും സ്റ്റാറ്റസും സ്റ്റോറീസെല്ലാം ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഞാനും ഇങ്ങനെ വിചാരിക്കുമോ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം കൂടായിരുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കുറേ നാൾ കൂടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കേട്ടോ. പിന്നെ ഡെലിവറിയെല്ലാം കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെറിയ ബേബിയെല്ലാം ഏടി അങ്ങനെ പോക്കൊന്നുമില്ല. അപ്പം ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ബേബിനെ കൂട്ടാണ്ട് അങ്ങനെ പോലാണ് കേട്ടോ, പൊരക്കന്നെ ആക്കിയിട്ട്. പിന്നെ നമ്മൾ മാത്രം പോക്കാന്ന്. പിന്നെ ആൾ ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ ആളെല്ലാം ഇല്ലടത്തെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളമെല്ലാം ആയിരിക്കും. പിന്നെ എന്തിനാന്ന് മറ്റുള്ള ആളെ നമ്മൾ എല്ലാവരെയും ബുദ്ധിമുട്ടേക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ ആളെ കൂട്ടാണ്ടാണ് കേട്ടോ എല്ലായിടത്തും പോക്കൽ. അപ്പോൾ ഇതാ നമ്മളെ ഡ്രസ്സെല്ലാം ഒന്ന് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ 2 ടൈപ്പ് ഞാനിത് ഗൾഫിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ വരുന്ന ടൈമിൽ. പിന്നെ ഇതൊന്നും ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഒന്നും അങ്ങനെ പോകേണ്ട ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ കൂടുതലും നമ്മൾ അത്യാവശ്യം ഷോപ്പിങ് കാര്യങ്ങളെല്ലാം പോക്കാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെ ഫംഗ്ഷനായിട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇനി ഇൻഷാല്ല കുറേ ഫംഗ്ഷൻസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോസിൽ വ്ളോഗ്സ് എല്ലാം ആയിട്ട് ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. കുറേ ഫംഗ്ഷൻസ് എല്ലാം ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനങ്ങനെ ആ ഒരു ഡ്രസ്സെല്ലാം ഒന്ന് സെലക്ട് ആക്കി. ഇനിയിപ്പം ചപ്പൽസ് എല്ലാം ഒന്ന് നോക്കലാന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പോക്കേ കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം എൻ്റെ ബെഡ്റൂമിൽ തന്നെ മുകളിൽ എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് കേട്ടോ ഞാനെല്ലാം എൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ മുകളിൽ തന്നെയാണ് കേട്ടോ വെക്കൽ. താഴെയൊന്നും വെക്കില്ല. താഴെ കൂടുതലും മക്കൾസിൻ്റെ ഐറ്റംസ് എല്ലാം കേട്ടോ താഴെയുണ്ടാവൽ. എൻ്റെ ഇങ്ങനത്തെ കുറച്ചല്ലേ നല്ല ഡ്രസ്സ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ മുകളിൽ എൻ്റെ ബെഡ്റൂമിൽ തന്നെ വെക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓരോന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കലാന്ന്. അപ്പോൾ ഇതാ നമ്മൾ ചപ്പൽസും ഒന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരെ താഴേക്ക് പോവുക, പെട്ടെന്ന് തന്നെ റെഡിയാകണം. പിന്നെ അവരെല്ലാം ഞാൻ ഓൾറെഡി റെഡിയാക്കിയോണ്ട് തന്നെ പിന്നെ വലിയ പണിയില്ല കേട്ടോ റെഡിയാക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ അവരങ്ങനെ ഇവർക്കൊന്നും ഇപ്പം വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒന്നിനും നിൽക്കലേ ഇല്ല. ഇവർക്കെല്ലാം വേഗം റെഡിയായിട്ട് വേഗം പോകണം. ഒന്നാമത് ഇവരും മക്കളും അങ്ങനെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇവർക്കെല്ലാം ഇപ്പോൾ ഇങ്ങനത്തെ എല്ലാം വരുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എല്ലായിടത്തും പോകാനെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡി ആയിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോകണം എന്നില്ല ആ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ പോകാനല്ല റെഡിയായി മക്കളെ വണ്ടിയിലെല്ലാം ഒന്ന് കയറ്റിയാലേ ഞങ്ങൾക്ക് സമാധാനമാവും. കാരണം അവരൊന്ന് കയറി ഡോറെല്ലാം ഒന്ന് ക്ലോസ് ആക്കിയല്ലോ ഒന്ന് സെറ്റാക്കിയാൽ പിന്നെ ഒരു സമാധാനമാണ്. ഓൾറെഡി ചൈൽഡ് ലോക്ക് ആണെങ്കിലും നമുക്കൊരു ഒരു സമാധാനക്കേടാണല്ലേ. അതെല്ലാ ഉമ്മമാർക്കും ഇല്ലതാണ്. അവർ സേഫ് തന്നെയോ ഇങ്ങനെ ഒരു നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചിന്തയാണ് എപ്പോൾ ഉണ്ടാകൽ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു പൊരക്കെല്ലാം എത്തിയിട്ടാണ്. പിന്നെ നമ്മൾ രാത്രിയാണ് കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ അതിന് കാര്യമായിട്ട് വരുന്ന ഒരു വ്ളോഗൊന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതങ്ങനെയാണ് നമ്മൾ എവിടെ പോകുന്ന ടൈമിലും ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ നമ്മളെത്തൽ. കാരണം നമ്മളെല്ലാവരും റെഡിയായി മക്കളെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് ഏകദേശം പരിപാടി തീരാനാവും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ അധികം എവിടെയും ഫംഗ്ഷൻ ഉണ്ടായാൽ എപ്പോൾ നമ്മൾ വിചാരിക്കും നേരത്തെ റെഡിയാകണം പോകണം എന്ന്. പക്ഷെ എത്ര റെഡിയായാലും ആ ഒരു ടൈം അങ്ങനെ ആവുകയേ ചെയ്യില്ല. അപ്പോൾ ഇവിടെ പിന്നെ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷന് പിന്നെ മക്കളെ ഇങ്ങനെ ചെറിയ മക്കൾസ് തന്നെയല്ലേ കൂടുതലായിട്ട് ഉണ്ടാകൽ. അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിന് കേട്ടോ ഈ ഒരു ആ ഒരു ബലൂണും ഇതെല്ലാം ഒന്ന് ഡെക്കറേഷൻ എല്ലാം ആക്കിയത്.
അപ്പോൾ ഇവിടെ വന്ന് പിന്നെ നമ്മളെ കസിൻസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വന്ന ആടും നമ്മളെല്ലാവരും കുറേ സംസാരം വർത്താനവും കാര്യങ്ങളെല്ലാം ഉണ്ടായില്ലത്. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ എന്താണ് ആ ഒരു ടോയ് കാറിലെല്ലാം ഇരുന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ നമ്മളെ ചെറിയ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം അവരെ മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. എന്താണ് ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ച് എന്താണ് ബേബിക്കൊന്നും അറിയില്ലായിരിക്കും, കാരണം ആൾ ചെറുതായതുകൊണ്ട്. പക്ഷേ ബാക്കി എല്ലാവർക്കും ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് കാര്യങ്ങൾ, ഈ ബലൂൺസ് അങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും ഉണ്ടാകൽ. അതുപോലെ തന്നെ ഇവിടെ ബലൂണെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷനെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എൻ്റെ കസിൻ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഉണ്ടായിന്, മാഷാ അല്ലാഹ്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടിയെല്ലാം. പിന്നെ ഇതിൽ കേക്ക് കട്ടിങ് ഉണ്ടായിട്ടില്ല കേട്ടോ, കാരണം ബർത്ത്ഡേ ആയാലും കേക്ക് കട്ടിങ്ങിനോടൊന്നും അത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ലല്ലോ. അപ്പം അവർക്ക് അതിനോട് വലിയ താല്പര്യമല്ല കേക്ക് കട്ടിങ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ് മാത്രം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെല്ലാം ഗിഫ്റ്റും ഇങ്ങനത്തെ എല്ലാം ആയിട്ട്, പിന്നെ കേക്ക് മാത്രമാണ് ഇല്ലാതുന്നത്, ബാക്കി ഇങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് എല്ലാം ആയിട്ട് അങ്ങനെയാണ് ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനെല്ലാം ഉണ്ടായത്. പിന്നെ ബേബിക്ക് ജ്വല്ലറീസ് എന്താണ് ഗോൾഡെല്ലാം ഇട്ട് കൊടുത്ത്, പിന്നെ ആൺകുട്ടികൾക്ക് പൊതുവേ ഇട്ട് കൊടുക്കില്ല. പക്ഷേ ഇപ്പോൾ ചെറിയ ബേബിയല്ലേ, അപ്പം പിന്നെ കുഴപ്പമില്ല, നമ്മൾ പൊരൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമും എൻ്റെ വേറൊരു കസിനാക്കിയതാണ് കേട്ടോ. ഇതും നല്ല ഇല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇവർ പേജ് ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഗിഫ്റ്റെല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. പേജ് ഒരുപാട് എന്താണ് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കൽ തന്നെയാണ് കേട്ടോ, കാരണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ ഫംഗ്ഷനെല്ലാം പിന്നെ മെയിനായിട്ട് ഇത് തന്നെയല്ലേ ഉണ്ടാവല്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ടാണ് ഇങ്ങനത്തെ ഫംഗ്ഷനെല്ലാം കൂടിയിട്ട്. പിന്നെ ഇവരെല്ലാം അധികവും എന്തെങ്കിലും ഫംഗ്ഷനിലുണ്ടെങ്കിൽ ഒത്തുകൂടുന്നതാണ്. പക്ഷെ ഞാൻ ഇതിലൊന്നും ഉണ്ടാകലേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇവരെ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറേ വർത്താനെല്ലാം പറഞ്ഞ് നല്ല രസമായിട്ടുണ്ടായിന് കേട്ടോ. മാഷാ അല്ലാഹ്, നമ്മൾ കസിൻസ് എല്ലാം ഒത്തുകൂടുമ്പോൾ അത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ് ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിലും നമ്മളതിൽ സന്തോഷം കണ്ടെത്തുന്നത് അത് വേറെ തന്നെ ഒരു ഇതാണ്. കാര്യം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുറേ ടെൻഷനും കാര്യങ്ങളെല്ലാം ഇതാക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടാകുമ്പം എല്ലാവരും ഒത്തൊരുമിച്ച്, ഇനി ചെറിയൊരു ഫംഗ്ഷനാണെങ്കിലും നമ്മൾ ആ ഒരു എന്താണ് കസിൻസും നമ്മൾ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടിയിട്ട് എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ആക്കുമ്പോൾ അത് നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണല്ലേ. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ആരെങ്കിലും എല്ലാവരും വന്ന് നമ്മളെ കസിൻസ് ആയാലും നമ്മളെ കുടുംബം ഫാമിലി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം വെച്ച് എല്ലാവരും കൂടി വന്ന് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ, അത് എവിടുന്ന് നമുക്ക് കിട്ടുകയേ ചെയ്യില്ല കേട്ടോ. എവിടുന്ന് നമുക്ക് കിട്ടൂല. നമ്മൾ ആ ഒരു പൊരക്കില്ല ആ ഒരു ഹാപ്പിനെസ് അത് നമുക്ക് വേറെ എവിടുന്നും കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് സംസാരിച്ച് എല്ലാവരും എന്താണ് മനസ്സ് തുറന്നൊരു സംസാരിക്കലും കളിയും ചിരിയെല്ലാം ആയിട്ട് നമ്മളെ ടൈം പോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ച് വരുമ്പം തന്നെ. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ആണുങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ടാ. അപ്പോൾ നമ്മളിങ്ങോട്ട് പിന്നെ ആണുങ്ങൾ സെപ്പറേറ്റ് ഇരിക്കും, പെണ്ണുങ്ങളെല്ലാം സെപ്പറേറ്റ്, അങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങോട്ടെല്ലാം ഫുഡ് കഴിക്കൽ.
അപ്പോൾ ഇതാ നമ്മളും ഇനി അങ്ങനെ ഫുഡ് കഴിക്കലാന്ന്. അപ്പോൾ ഫുഡ് മാഷാല്ലാ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കേട്ടോ ഉണ്ടായത്. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും എന്ത് ഫംഗ്ഷന് മെയിൻ മന്തി മസ്റ്റാണ് കേട്ടോ ഉണ്ടാകൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറേ കുറഞ്ഞിട്ടാണ് എല്ലാവരും ആക്കുന്നത്. പിന്നെ മന്തി എന്ന് പറയുമ്പോൾ വേഗം എളുപ്പത്തിലാവുകയും ചെയ്ത് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും അല്ലേ നമുക്ക് കഴിക്കാനായിട്ട്. ബിരിയാണി എന്നെല്ലാം പറയുമ്പം അത്യാവശ്യം നല്ല ഓയിലി കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പം എല്ലാവരും ബിരിയാണിയെല്ലാം ഒഴിവാക്കി വരുന്നു. ഇപ്പം എന്ത് ഫംഗ്ഷനും പെട്ടെന്ന് നമുക്ക് മുമ്പിലേക്ക് വരുന്ന മന്തി അങ്ങനത്തെ ഐറ്റംസാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഇനിയിപ്പോൾ ഏകദേശം പിരിയേണ്ട ടൈമായിട്ടാ. പിന്നെ ഈ ഒരു കസ്റ്റേർഡ് സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. കാരണം നമ്മൾ ചെറിയ ബേബീനെ പൊരക്കാക്കിയോണ്ട് തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല എവിടെ പോയി കഴിഞ്ഞാലും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് പൊരക്കെല്ലാം എത്തിയിട്ടാണ്. പിന്നെ രാത്രിയല്ലേ, വേറെ കാര്യമായിട്ടൊന്നും വ്ളോഗ്സൊന്നും എടുക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ ദിവസമായില്ല വീഡിയോസ് എല്ലാം ചെയ്തിട്ട് എന്തെല്ലോ ബിസിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് പോക്കാണ് കേട്ടോ വീഡിയോസ് എല്ലാം എടുക്കാൻ. ടൈം കിട്ടൂല എഡിറ്റിംഗ് ഒന്നും ചെയ്യാനായിട്ട്. കുറേ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ല വ്ളോഗ്സും റെസിപ്പീസ് എല്ലാം ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ പുറക്കെത്തിയിട്ട് രാത്രിയിൽ ആ മുല്ലപ്പൂ എല്ലാം വിരിഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസ് എല്ലാം എടുത്തതാണ്. അപ്പോൾ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും.